ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു കടലക്കറിയും പുട്ടും ഉണ്ടാക്കിയാലോ. കടലക്കറി മാത്രം റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളൂ. പുട്ട് നമ്മൾ സാധാരണ പൊടി വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. 3 തരം പൊടികളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അരിപ്പുട്ടുണ്ടാക്കാം. വെച്ചു കൊടുക്കാം. പുട്ട് ആവി വന്നിട്ടുണ്ട്. ചെമ്പപ്പുട്ടാണ്. അടുത്ത ചോളം പുട്ട് ഉണ്ടാക്കാം. അടുത്ത പുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന പൊടികളെല്ലാം കൊണ്ടൊരു പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. കടലക്കറിക്കായി 3/4 കിലോ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. കടല വേവിച്ചെടുക്കാം. കടല റെഡി ആയിട്ട് മാറ്റി വയ്ക്കാം. ഉരുളി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, സബോള ചെറിയുള്ളി കട്ട് ചെയ്തത്, 2 ചെറിയ സബോളയും 1/4 കിലോ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 3 തക്കാളി കട്ട് ചെയ്തത്, സബോളയും തക്കാളിയും റെഡി ആയിട്ടുണ്ട്. പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി ഒരു 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കാം. ബർണർ ഓഫ് ചെയ്യാം. ഇതിന്റെ പകുതി എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടാനാണ്. കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ച കടലയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. തേങ്ങ അരച്ച് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, പൊടിച്ചു വെച്ച ഗരം മസാലയാണ്. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. വറവ് തയ്യാറാക്കാം. വറ്റൽമുളക്, പത്ത് പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പുട്ടും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.